എല്ലാ മനുഷ്യരിലേക്കും അയക്കുകയാണ്. ഈ ആത്മാവ് ഓരോ മനുഷ്യൻ്റെ അകത്തും ഉള്ള പാപങ്ങളുടെ അടിമത്തമുണ്ടല്ലോ, അതിനെ മാറ്റി അവരെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി ഈ മനുഷ്യരെ എല്ലാവരെയും സജ്ജരാക്കുകയാണ് അനീതിക്കെതിരെ നിൽക്കാനും ദൈവത്തെ വെളിപ്പെടുത്താനും. ഈ വ്യക്തികളിൽ കൂടെയാണ് പിന്നെ ദൈവത്തിൻ്റെ ആ പ്രകാശം, ദൈവത്തിൻ്റെ ആ രാജ്യം ഈ സൃഷ്ടിയിൽ മുഴുവൻ വരാനായിട്ട് പോകുന്നത്. ഇനി കർത്താവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ യേശു ക്രിസ്തു തിരിച്ച് സൃഷ്ടിയിലേക്ക് വരും. തിരിച്ച് ഈ സൃഷ്ടിയിലേക്ക് കർത്താവ് വരുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഒരു രീതി പറഞ്ഞാൽ സൃഷ്ടിക്ക് നാഥനായിട്ടാണ് സൃഷ്ടിയിൽ എല്ലായിടത്തും ഉണ്ട്. എങ്കിലും ഈ സൃഷ്ടിയിൽ ഇതേപോലെയുള്ള ഒരു വ്യക്തിയായിട്ട് ഈ ലോകത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ സൃഷ്ടിയുടെ ദ്രവത്വം മാറും. ഈ സൃഷ്ടിയുടെ പാപത്തിന് അധീനയായിരിക്കുന്ന അവസ്ഥയ്ക്കും വ്യത്യാസം വരും. ഈ സൃഷ്ടി മുഴുവനും നവീകരിക്കപ്പെടും. ഈ സൃഷ്ടി മുഴുവനും അതിനൊരു പുനർനിർമ്മാണം എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടൊരു വ്യത്യാസം വരും, മാറ്റം വരും. മനുഷ്യർക്കും ദ്രവത്വത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുതൽ ലഭിക്കും. മരിച്ച ആളുകളൊക്കെ ഉയർത്തെഴുന്നേൽക്കും. അവരുടെ ന്യായവിധി നടക്കും. ആ ന്യായവിധിക്ക് ശേഷം മറ്റുള്ളവരെ വെറുത്തുകൊണ്ട് ജീവിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുകയും പാപത്തിൽ കഴിയുകയും ചെയ്ത വ്യക്തികൾക്ക് യേശുക്രിസ്തു വിശ്വസിച്ചവരായാലും വിശ്വസിക്കാത്തവരായാലും വിശ്വസിച്ച ശേഷമേ മാപ്പുള്ളൂ. വിശ്വസിക്കാത്തവർക്ക് മാപ്പില്ല. അപ്പോൾ മാപ്പ് ലഭിച്ചിട്ടും വീണ്ടും അതേ പ്രവൃത്തി തന്നെ തുടർന്ന് ജീവിച്ച ആളുകളും ഉണ്ടാവും. അവരെയും മാപ്പ് ലഭിക്കാത്തവരെയും ശിക്ഷിക്കും. മാപ്പ് സ്വീകരിച്ച ശേഷം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ച വ്യക്തികൾക്ക് കർത്താവ് പുതിയ ശരീരങ്ങളെ തരും. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്, അതിൻ്റെ ഒരു മുമ്പേ ഉള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. കർത്താവ് ഏത് രീതിയിലാണ് ഉയർത്തെഴുന്നേറ്റത് അതേപോലെ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന് ലഭിച്ച പോലെയുള്ള ശരീരങ്ങൾ അവർക്കും ലഭിക്കും. പുതിയ ശരീരങ്ങൾ, ഒരിക്കലും മരിക്കാത്ത ശരീരങ്ങൾ, പാപത്തിന് അധീനപ്പെടാത്ത ശരീരങ്ങൾ, ശാപമില്ലാത്ത ശരീരങ്ങൾ, ഒരിക്കലും ദ്രവിക്കാത്ത ശരീരങ്ങൾ. അവർ കർത്താവിനോട് കൂടെ ഈ ലോകത്തിൽ, പുതുക്കപ്പെട്ട ലോകത്തിൽ, ആ നവീകരിക്കപ്പെട്ട ലോകത്തിൽ, വീണ്ടെടുക്കപ്പെട്ട ലോകം എന്നാണ് നമ്മളതിനെ നമ്മുടെ ബിബ്ലിക്കൽ ടെർമിനോളജിയിൽ വിളിക്കുന്നത്. അവർ ജീവിക്കും, അവർ വാഴും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെങ്കിലും ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്തു നിന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് തന്നെ പഠിപ്പിച്ച പല ഉപമകളുണ്ട്. അതിലൊരു ഉപമ എന്ന് പറയുന്നത്, കർത്താവ് ഒരു മുന്തിരിവള്ളിയും നമ്മൾ ഓരോരുത്തരും അവരുമായി ബന്ധപ്പെടുന്ന വ്യക്തികളൊക്കെയും കൊമ്പുകളും, പിതാവായ ദൈവം ഒരു തോട്ടക്കാരനും എന്നുള്ള രീതിയിൽ ഒരു ഉപമ പറയുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ കർത്താവിലൂടെ ദൈവവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആ ആത്മാവ് ഒഴുകുന്ന നല്ല ഫലം, ആത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെ കായ്ക്കുന്ന നല്ല ശാഖകൾ അല്ലെങ്കിൽ നല്ല ആ മുന്തിരിവള്ളിയുടെ നല്ല കൊമ്പുകളായിരിക്കണം. എന്നാൽ നമ്മൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ പിതാവായ ദൈവം നമ്മളെ ചെത്തി വെടിപ്പാക്കും. പിതാവായ ദൈവം ഒരു തോട്ടക്കാരനെ പോലെയാണ്. ഇനി അങ്ങനെ ചെത്തി വെടിപ്പാക്കി നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും. എന്നാൽ നമ്മൾ ഒട്ടും ഫലം കായ്ക്കുന്നില്ല. നമ്മൾ ഈ മുന്തിരിവള്ളിയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിക്കുന്നില്ല എന്നിരിക്കട്ടെ. നമ്മൾ ഒരു ഫലവും കായ്ക്കുന്നില്ല. മുന്തിരിവള്ളിയുമായിട്ട് നമ്മൾ അകത്തുനിന്ന് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, മുന്തിരിവള്ളിയിൽ നിന്നുള്ള ആ ഒരു ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ, ആ സ്നേഹവും ജീവനും സത്യവും നമ്മളിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അവസാനം ഈ തോട്ടക്കാരൻ വെട്ടിക്കളയും. നമ്മൾ മുന്തിരിവള്ളിയായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയാകും. പിന്നെ അങ്ങനെ വെട്ടിക്കളഞ്ഞ കൊമ്പുകളെയൊക്കെ കൂട്ടിച്ചേർത്ത് കത്തിച്ച് കളയും.
അപ്പോൾ ഈ ഒരു ഉപമ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഇതെന്താണ്, ഇത് ഈ പിതാവും ദൈവവും പിന്നെ യേശു ക്രിസ്തുവും നമ്മളും ഇങ്ങനെ ഒരു മുന്തിരിവള്ളിയുടെ ഉപമ എന്ന് പറയുമ്പോൾ ഇത് അത്ര അങ്ങോട്ട് ഒത്തുവരാത്തതുപോലെ തോന്നും. അങ്ങനെ ഒത്തുവരാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ മോഡേൺ കാറ്റഗറീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഉപമയാണ്, ഞാൻ ഉണ്ടാക്കിയൊരു ഉപമയാണ്. ഈ നമ്മളെ ഹ്യൂമൻ ബോഡി, നമ്മളെ ശരീരം നമ്മൾ എടുക്കുക. ഈ മുഴുവൻ ശരീരം ഉണ്ടായിരിക്കുന്നത് ഒരൊറ്റ സെല്ലിൽ നിന്നാണ്. തർക്കമുണ്ടോ? ഇല്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഗ്യാമീറ്റ്സ് ഫ്യൂസ് ആയിട്ടുണ്ടായ ആ ഒരൊറ്റ സൈഗോട്ടിൽ നിന്നാണ് ഈ ഒരു ശരീരം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇതിലെല്ലാ സെൽസും ഉണ്ടായിരിക്കുന്നത് ആ ഒരൊറ്റ സൈഗോട്ടിൽ നിന്നാണ്. ആ സൈഗോട്ടിനകത്ത് ഒരൊറ്റ ജീവനേ ഉള്ളൂ. ആ സൈഗോട്ടിനകത്ത് ഒരൊറ്റ DNA സീക്വൻസേ ഉള്ളൂ. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ സെല്ലിനും അതേ DNA സീക്വൻസ്, ആർക്കും മാറ്റാൻ പറ്റില്ല. അത് ക്യാൻസർ വന്ന സെല്ലുകൾക്ക് ചിലപ്പോൾ DNA സീക്വൻസ് വ്യത്യാസമുണ്ടാവും, അത് വെട്ടി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഒരൊറ്റ സെല്ലിൽ നിന്നാണ് എൻ്റെ ഈ മുഴുവൻ ശരീരവും, മുഴുവൻ ശരീരത്തിലെ എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ടായിരിക്കുന്നത്. അതിനകത്തെല്ലാം വ്യാപരിക്കുന്ന ജീവൻ ഒന്നാണ്, അതിനകത്തെല്ലാം വ്യാപരിക്കുന്ന കോഡിങ് ഒന്നാണ്, അതിനകത്തെല്ലാം വ്യാപരിക്കുന്ന വ്യക്തിത്വം ഒന്നാണ്. അല്ലേ? സംശയമുണ്ടോ? ഇല്ലല്ലോ. ഒരൊറ്റ ബീയിങ് ആണത്. ഇനി നമുക്ക് നമ്മളെ ബ്രെയിൻ എടുക്കാം, നമ്മളെ ഹാർട്ട് എടുക്കാം, നമ്മുടെ ലിവർ എടുക്കാം. ഈ മൂന്ന് അവയവങ്ങളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ശരീരത്തിന് ജീവന് ആവശ്യമായിരിക്കുന്ന അവയവങ്ങളായിട്ട് സയൻസ് വിശേഷിപ്പിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു അവയവത്തിന് ഫെയിലിയർ വന്നാൽ ബാക്കിയുള്ള അവയവങ്ങൾക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് ഫെയിലിയർ വരാനും ആൾ മരിച്ചു പോകാനും സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ഹാർട്ടും ബ്രെയിനും ലിവറും, കിഡ്നിക്ക് ഫെയിലിയർ വന്നാലും ഡയാലിസിസ് വെച്ച് നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫെയിലിയർ ഈ പ്രത്യേകമായ അവയവങ്ങൾക്ക് പൂർണ്ണമായിട്ട് സംഭവിച്ചാൽ, പ്രത്യേകിച്ച് ഹാർട്ടിനും ബ്രെയിനും സംഭവിച്ചാൽ പിന്നെ കഴിഞ്ഞ കാര്യം, പിന്നെ മരണമാണ്. അപ്പോൾ ഈ 3 വൈറ്റൽ ഓർഗൻസ് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷേ ഇതിൽ ഓരോ സെല്ല് എടുത്ത് നോക്കിയാൽ, എൻ്റെ ശരീരത്തിലെ ബ്രെയിൻ സെല്ല് എടുത്ത് നോക്കിയാൽ, ലിവർ സെല്ല് എടുത്ത് നോക്കിയാൽ, ഹാർട്ടിൻ്റെ സെല്ല് എടുത്ത് നോക്കിയാൽ 3നും 3 രൂപമാണ്. കണ്ടാൽ ഇത് ഒരേപോലെയല്ല ഇരിക്കുന്നത്. അതെ, മോർഫോളോജിക്കലിയും ഫങ്ഷണലിയും വ്യത്യസ്തമാണ്, എനാറ്റമിക്കലിയും വ്യത്യസ്തമാണ്. എല്ലാ രീതിയും നോക്കിയാലും ഇത് 3ഉം വ്യത്യസ്തമാണ്. ഫങ്ഷണലി ഒരു വ്യത്യസ്തമാണ്. കാരണം ബ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളല്ല ഹാർട്ട് ചെയ്യുന്നത്, ഹാർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ലിവർ ചെയ്യുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തി വ്യത്യസ്തമുള്ള പ്രവൃത്തി ആയതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ജീവനെ നിലനിർത്തേണ്ടതിന് വേണ്ടി ഈ 3 അവയവങ്ങളിലുള്ള സെല്ലുകളും ചെയ്യുന്ന പ്രവൃത്തികൾ വ്യത്യസ്തമായതുകൊണ്ട് അവരുടെ പ്രകൃതിക്ക്, അവരുടെ സ്വഭാവത്തിന്, അവരുടെ രൂപത്തിന് വ്യത്യാസമുണ്ട്. അവരൊരേ രൂപത്തിലല്ല ഇരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഓരോ സെല്ലിനകത്തും ഒരേ ജീവനല്ല വ്യാപരിക്കുന്നത്, ഒരേ DNA സീക്വൻസ് അല്ലേ ഉള്ളത്, ഒരേ വ്യക്തിയുടേത് തന്നെയല്ലേ അത്. എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. അതേമാതിരിയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ഒരു വ്യക്തിയാണ്, പക്ഷേ 3 വ്യത്യസ്തമായ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് 3 വ്യത്യസ്തമായ നിലകളിലാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പ്രശ്നമാണ്, വ്യക്തി എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ബീയിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്, പേഴ്സണും ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് രണ്ടിന് 2 വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിന് എളുപ്പമുണ്ടാവും മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടുത്തെ സംഗതി ഇത്രയേ ഉള്ളൂ, നമ്മളെ ബ്രെയിൻ മാതിരിയാണ് പിതാവായ ദൈവം, ഹാർട്ട് മാതിരിയാണ് പുത്രൻ, ലിവർ മാതിരിയാണ് പരിശുദ്ധാത്മാവ്. ഈ 3ലുമുള്ള സെല്ലുകളിലെ ഓരോ കോശത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന DNA സെയിമാണ്, വ്യക്തി സെയിമാണ്, ജീവൻ സെയിമാണ്, ഒരേ വ്യക്തിയുടേത് തന്നെയാണ് ഇതെല്ലാം.
എന്ന് പറയുന്നത് മാതിരി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നിലും വ്യാപരിക്കുന്ന എസൻസ്, ദൈവത്തിൻ്റെ എസൻസ് ആണ്, ദൈവം തന്നെയാണത്. ഒരേ വ്യക്തിയുടേത് തന്നെയാണ്, ഒരൊറ്റ ബീയിങ്ങിൻ്റെ ആണത്. ദൈവം എന്ന് പറയുന്ന ഒരു ബീയിങ്ങിൻ്റെയാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ട്. അവരുടെ ബാഹ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ രൂപങ്ങളിൽ വ്യത്യാസമുണ്ട്. അവരുടെ പ്രവർത്തന ശൈലികൾക്ക് വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ബ്രെയിനിലും ലിവറിലും ഹാർട്ടിലും ഈ വ്യത്യാസം അതിലെ സെല്ലുകളിൽ കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് മാതിരിയാണ്. അപ്പോൾ ഇൻ എസൻസ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരൊറ്റ ബീയിങ് ആണ്. ദൈവത്തിൻ്റെ അതേ മെറ്റീരിയൽ കൊണ്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കുന്നത്. ഇത് മൂന്നും ഒരൊറ്റ കോഡിംഗ് ആണ്, ഒരൊറ്റ വ്യക്തിയുടേതാണ്. പക്ഷേ സ്ട്രക്ചറലി വ്യത്യസ്തമാണ്, ഫങ്ഷനലി വ്യത്യസ്തമാണ്. അപ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്ത റോളുകൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ അവസാനം ആ സൈക്കോട്ടിലേക്ക് ചെല്ലുമ്പോൾ ദൈവം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ഇരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ഒരു വിത്ത് മാതിരിയാണ്, ആ സൈക്കോട്ട് മാതിരിയാണ്, ആ വചനം ദൈവമാണ്. ഇങ്ങനെയുണ്ട്. ദൈവം എന്ന് പറയുന്ന ക്രിയേറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്ക് ഒത്തവണ്ണം നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഉപമകൾ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. കാരണം ആ സൃഷ്ടിയുടെ തലത്തിൽ നിൽക്കുന്ന നമ്മൾ സൃഷ്ടാവിൻ്റെ തലത്തിലേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമോ? എന്തിന്, നമ്മുടെ സൃഷ്ടിയിലുള്ള തന്നെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ ഉപമകളിലൂടെ സാധിക്കുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ വരെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഉപമകളാണ് ഉപയോഗിക്കുന്നത്. ഉപമകൾ ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആ കാര്യങ്ങൾ. അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ നമ്മൾ ഈ ഉപമയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ത്രിയേക ദൈവം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദൈവമാണ്. പക്ഷേ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്ത റോളുകൾ എടുത്ത് വ്യത്യസ്ത പേഴ്സണായിട്ട് നിൽക്കുന്നു എന്ന് മാത്രം. പിതാവിന് ഒരു റോളാണ്, പുത്രന് വേറെ റോളാണ്, പരിശുദ്ധാത്മാവിന് വേറെ റോളാണ്. പിതാവിന് വേറെ ഫങ്ഷനാണ്, പുത്രന് വേറെ ഫങ്ഷനാണ്, പരിശുദ്ധാത്മാവിന് വേറെ ഫങ്ഷനാണ്. അപ്പോൾ പിതാവ് ആയ ദൈവം ഈ പ്രപഞ്ചത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പുത്രനെ അയക്കുന്നു. പുത്രൻ ഈ പ്രപഞ്ചത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ ആ ദ്രവത്വത്തിൻ്റെ അവസ്ഥയെ കണ്ട് മനസ്സലിഞ്ഞ് അതിനു വേണ്ടി അതിൻ്റെ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടി മരിക്കുന്നു. ആ കുഷ്ഠരോഗിയോട് കർത്താവ് മനസ്സലിവ് കാണിച്ചപ്പോൾ കർത്താവ് അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ ദ്രവത്വവും മരണവും മാറി, അവൻ്റെ കുഷ്ഠം മാറിപ്പോയത്. അപ്പോൾ പുറമേയുള്ള ആൾക്കാർ നോക്കുമ്പോൾ അവൻ പാപത്തെ വരെ ക്ഷമിക്കാനും മാറ്റാനും കഴിവുള്ളവൻ. പാപത്തെ ക്ഷമിക്കാൻ ആർക്കാ കഴിയുക? ദൈവത്തിനല്ലാതെ. ദൈവത്തിന് മാത്രമല്ലേ പാപക്ഷമ കൊടുക്കാൻ പറ്റുള്ളൂ. അവൻ ദൈവത്തിന് സമനാണ് എന്ന് വേദപുസ്തകം അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം പാപം ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ആരാധന സ്വീകരിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവനൊരു കള്ളപ്രവാചകനായിരിക്കണം. യേശു ഒരു നല്ല പ്രവാചകനാണ്, ഖുറാനിലും ബൈബിളിലും. ഒരു പ്രവാചകനും ഇന്നുവരെ ആരാധന സ്വീകരിച്ചിട്ടില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ആരാധന സ്വീകരിക്കുകയാണ്. ആ തോമാസ് ശ്ലീഹ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുന്നു. ആരാധന കർത്താവ് സ്വീകരിക്കുന്നു. ഈ കുഷ്ഠരോഗിയുടെ പാപം ക്ഷമിച്ചു എന്നതിൻ്റെ അടയാളമാണ് അവൻ്റെ ആ രോഗസൗഖ്യം എന്ന് പറയുന്നത്. പാപം ക്ഷമിക്കാൻ ആർക്കാ കഴിയുക? ദൈവത്തിനല്ലാതെ ആർക്കും കഴിയുമോ? കഴിയില്ല. പാപം ക്ഷമിച്ചു, പാപനിമിത്തമുള്ള രോഗവും മാറി, ദ്രവത്വവും മാറി. ഇതേ മാതിരിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ദ്രവത്വവും കർത്താവ് മാറ്റാൻ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പും കൂടിയാണ്. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ കർത്താവ് തെളിയിക്കുന്നത് ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ മനുഷ്യത്വം കർത്താവ് രൂപകൽപ്പന ചെയ്യാണ്.
കർത്താവ് ഉദ്ഘാടനം ചെയ്യും.